തിരുവനന്തപുരം കോർപ്പറേഷനിലെ പോളിംഗ് ശതമാനത്തിലെ വർധനവ് യുഡിഎഫിന് അനുകൂലമാകുമെന്ന് ശബരിനാഥ്. കോൺഗ്രസ് ഇത്തവണ സജീവമായി പ്രചാരണത്തിന് ഇറങ്ങിയതിന്റെ ഫലമാണ് പോളിംഗ് കൂടിയത്. കോർപ്പറേഷനിൽ അട്ടിമറി വിജയം ഉണ്ടാകുമെന്നും ശബരിനാഥ് മീഡിയ വണിനോട് പറഞ്ഞു. വോട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. എന്താണ് വിജയപ്രതീക്ഷ ഈ വാർഡിലും അതുപോലെ തന്നെ സ്വന്തം വാർഡിലും? നല്ല വിജയപ്രതീക്ഷയാണ്. ശാസ്ത്രമംഗലം ഞാൻ ജനിച്ച് ജീവിക്കുന്ന സ്ഥലമാണ്. തൊട്ടും അതിലപ്പുറമാണ് ഞാൻ മത്സരിക്കുന്ന കവടിയാർ വാർഡ്. രണ്ട് വാർഡിലും നല്ല വിജയം സുനിശ്ചിതമാണ്. അതോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ നല്ല വിജയം നമുക്ക് ഉണ്ടാകും, സംശയമില്ല. പോളിംഗ് കുറവാണല്ലോ, അപ്പോൾ എങ്ങനെ കാണുന്നു? അത് ആക്ച്വലി ട്രിവാൻഡ്രം കോർപ്പറേഷൻ പോളിംഗ് എപ്പോഴും വളരെ കുറവാണ്. കവടിയാർ വാർഡിൽ കഴിഞ്ഞ തവണ 47.2% ഇത്തവണ അതിനേക്കാളും കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത്. പോളിംഗ് കുറയാനുള്ള രണ്ട് കാരണമാണ്. ഒന്ന്, ഈ നിയമസഭയിലും ലോക്സഭയിലും കാണിക്കുന്ന താല്പര്യം ഈ സിറ്റി ഡ്വല്ലേഴ്സ് ഫ്ളാറ്റിലുള്ളവർ കോർപ്പറേഷനിൽ കാണിക്കാറില്ല. അത് മാറണം. അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ പരിശ്രമിക്കണം. ഇത്തവണ നമ്മളൊക്കെ മാക്സിമം പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വർദ്ധിക്കും. രണ്ടാമത്, ഈ വോട്ടർ പട്ടികയ്ക്കകത്തുകൾ എനിക്കറിയാം, കവടിയാർ വാർഡിലെ വോട്ടർ പട്ടികയിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊന്നും വോട്ട് കാണുന്നില്ല. പക്ഷെ 10-20 വർഷം വോട്ട് ചെയ്ത് പോയ ആളുകൾ, ഇല്ലാത്ത ആളുകളുടെയൊക്കെ പേരതിനകത്തുണ്ട്. എനിക്കൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം 2000 അവിടെ താമസിച്ചത്. അദ്ദേഹത്തിന്റെ വോട്ടർ പട്ടികയിലുണ്ട്. പക്ഷെ ഇപ്പൊ താമസിച്ച് കഴിഞ്ഞ ലോക്സഭയ്ക്ക് വോട്ട് ചെയ്ത ആളുടെ പേര് അതിനകത്തില്ല. അപ്പൊ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി നഗരങ്ങളിലെ ഈ വോട്ടർ ടേൺഔട്ട് കൂട്ടേണ്ടത് ആവശ്യം തന്നെയാണ്. കഴിഞ്ഞ തവണത്തേക്കാളും അല്പം കൂടെ കൂടുമെന്നാണ് വിശ്വാസം, ഇത്രയും ഇന്റൻസ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട്. പലയിടങ്ങളിലും സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, വഞ്ചിയൂരൊക്കെ വലിയ പ്രശ്നമാണ്. അതൊക്കെ വഞ്ചിയൂരൊക്കെ ഉള്ളത് കോൺഗ്രസ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണമെന്ന് നമ്മൾ കോടതി വിധിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം, അത് പ്രത്യേകിച്ച് ഇടതുപക്ഷമാണ് വഞ്ചിയൂർ ഭാഗങ്ങളിൽ പേട്ടയിലും ഒക്കെ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കി. അതൊക്കെ മാറണം. ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും ഈ രാഷ്ട്രീയവുമാണ് 50 വർഷം നമ്മുടെ തിരുവനന്തപുരത്തെ പിന്നോട്ടടിച്ചത്. അത് മാറണം. അത് മാറി പുതിയൊരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, പുതിയ വികസനം പറഞ്ഞുകൊണ്ടാണ് UDF-നും ഞാനും ഒക്കെ വോട്ട് ചോദിക്കുന്നത്. ഈ അവസാന നിമിഷത്തിലും ശാസ്ത്രമംഗലത്തെ BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്റ് വലിയ വിവാദമായിട്ടുണ്ടല്ലോ. ആ ഒരു സാഹചര്യം അല്ല, അത് മാഡത്തിനെ പോലെ ഒരാൾ നിഷ്കളങ്കമായിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കൃത്യമായിട്ട് അവര് ഇടാൻ വേണ്ടി ഇട്ടതാണ്. രണ്ടാമത്തെ കാര്യം, അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട് ആ പോസ്റ്റിൽ. ആ പോസ്റ്റിൽ കോൺഗ്രസിന് വളരെ കുറച്ച് സീറ്റാണ് ഇവരുടെ കള്ള സർവേ കൊടുത്തേക്കുന്നത്. അതിന്റെ അർത്ഥം BJP ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് കോൺഗ്രസിനെയാണെന്നുള്ളതാണ്. അപ്പൊ അത് ആ കള്ളിയും വെളിച്ചത്തായിട്ടുണ്ട്. പക്ഷെ മാഡത്തിനെ പോലെ ആളത് ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര പറയാനുണ്ട്. ശരി.